നമസ്കാരം. റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിസ്ത്യാനോ റൊണാൾഡോയും സംഘവും AFC ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. പ്രീ ക്വാർട്ടർ രണ്ടാം പാദ മത്സരമാണ് ഇന്നലെ നടന്നത്. ആ മത്സരത്തിലും അവർ വിജയിച്ചു കയറി ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് അൽ ഫെയ്ഹയെ പരാജയപ്പെടുത്തുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോൾ അടിച്ചിരിക്കുന്നു. ആദ്യ പാദത്തിലും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വക ഗോൾ ഉണ്ടായിരുന്നു. അങ്ങനെ അഗ്രിഗേറ്റ് 3-0 വിജയമാണ് അൽ ഫൈഹയ്ക്കെതിരെ അൽ നസർ നേടിയത്. അവരിതാ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു. AFC ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിടുക എന്നത് തന്നെയാണ് ടീമിന്റെ ലക്ഷ്യമെന്ന് ലൂയിസ് കാസ്ട്രോ ഇന്നലെയും പറയുകയുണ്ടായി. അൽ നസറിന്റെ താരങ്ങളുടെ പ്ലെയർ റേറ്റിംഗിലേക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ പോകുന്നത്. അൽ നസറിന്റെ താരങ്ങളുടെ മൊത്തം പ്രകടനത്തിന്റെ റേറ്റിംഗ് 7.25 ആണെങ്കിൽ അൽ ഫൈഹയുടെ റേറ്റിംഗ് 6.35 ആണ്. അൽ നസറിന്റെ ഓരോ താരങ്ങളുടെയും റേറ്റിംഗ് നോക്കുക. വലീദ് അബ്ദുള്ള ഗോൾ കീപ്പിംഗിൽ അൽ നസറിന് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഏതാണ്ട് ഒരു 3rd ചോയ്സ് ഗോൾ കീപ്പർ എന്ന് പറയാവുന്ന വലീദ് അബ്ദുള്ളയാണ് ഇപ്പോൾ വലകാക്കുന്നത്. അദ്ദേഹം ഇന്നലെ മോശമില്ലാത്ത പ്രകടനം നടത്തി. അദ്ദേഹത്തിന്റെ റേറ്റിംഗ് 7.1. ഡിഫൻസിൽ അലി ലജാമി നോക്കുക, വലതു പാർശ്വത്തിലാണ് അദ്ദേഹത്തെ ഇന്നലെ കളിപ്പിക്കുന്നത്. എന്നിട്ടും ഒറ്റ തവണ പോലും പിഴവ് അദ്ദേഹം വരുത്തിയിട്ടില്ല എന്ന് വേണം പറയാൻ. അദ്ദേഹത്തിന്റെ റേറ്റിംഗ് 7.3 ആണ്. അലംറിയാണ് സെന്റർ ബാക്കിന്റെ പൊസിഷനിൽ ഐമറിക് ലാപ്പോർട്ടിനൊപ്പം കളിച്ചത്. അലംറിയുടെ റേറ്റിംഗ് 7. ഐമറിക് ലാപ്പോർട്ട് മികച്ച പ്രകടനം തുടർന്നു. 7.3 ആണ് അദ്ദേഹത്തിന്റെ റേറ്റിംഗ്. അസീസ് ബഹിച്ച് ഇടത് പാർശ്വത്തിലെ അവരുടെ പുതിയ റിക്രൂട്ട്മെന്റ്, അദ്ദേഹം നല്ല രൂപത്തിൽ തന്നെ കളിക്കുന്നു. അദ്ദേഹം ഫാൻസി ആയിട്ടൊന്നും ചെയ്യുന്നില്ല, പക്ഷെ ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നു. അതാണ് അസീസ് ബഹിച്ചിന്റെ കളി കാണുമ്പോൾ നമുക്ക് പറയാനുള്ളത്. എന്തായാലും 7.2 ആണ് അദ്ദേഹത്തിന്റെ റേറ്റിംഗ്. മധുരയിലേക്ക് വരുമ്പോൾ അബ്ദുള്ള അൽ ഖൈബരി മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. താരത്തിന്റെ റേറ്റിംഗ് 8. മാർസലോ ബ്രസോവിച്ച് പതിവ് പോലെ അദ്ദേഹം അൽ നസറിന്റെ മധ്യനിരയിൽ നന്നായിട്ട് അധ്വാനിച്ച് കളിച്ചു. അദ്ദേഹത്തിന്റെ റേറ്റിംഗ് 7.8. മുന്നേറ്റത്തിലേക്ക് വരുമ്പോൾ നോക്കുക, ഐമൻ യഹിയ ഉണ്ടായിരുന്നു, റേറ്റിംഗ് 7. ഒറ്റാവിയോ ഇന്നലെ ഗോൾ അടിച്ചു, അദ്ദേഹത്തിന്റെ റേറ്റിംഗ് 7.8. സാദിയോ മാനെ മികച്ച പ്രകടനം തന്നെ സാദിയോ മാനയിൽ നിന്ന് കണ്ടു, റേറ്റിംഗ് 7.3. ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹം വീണ്ടും ഗോൾ അടിച്ചു, അദ്ദേഹത്തിന്റെ റേറ്റിംഗ് 7.2 ആണ്. ഇന്നലെ 90 മിനിറ്റ് കളിക്കളത്തിൽ നിന്ന് താരം ഒരു ഗോൾ നേടി. 2 ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ ഉണ്ടായിരുന്നു, ഒരു ഓഫ് ടാർഗറ്റ് ഷോട്ട്, ഒരു ഷോട്ട് ബ്ലോക്ക് ചെയ്യപ്പെട്ടു, ഒരു തവണ വുഡ് വർക്ക് ഉണ്ടായി. 55 ടച്ചുകൾ, 35 പാസുകളിൽ 29 ലക്ഷ്യത്തിൽ എന്ന് പറയുമ്പോൾ 83% പാസിംഗ് ആക്യുറസി. ഒരു ലോങ് ബോൾ കൊടുത്തു, അത് ആക്യുറേറ്റ് ആയിരുന്നു. 5 ഗ്രൗണ്ട് ഡ്യുവൽസിൽ 1 വിൻ ചെയ്യുകയുണ്ടായി. എന്തായാലും ക്രിസ്ത്യാനോ ഇന്നലെ അദ്ദേഹത്തിന്റെ റോള് ചെയ്തിട്ടുണ്ട്, ഗോൾ അടിച്ചിരിക്കുന്നു. അങ്ങനെ അൽ നസർ വിജയിച്ച് കയറിയിരിക്കുന്നു. അൽ നസറിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് താരങ്ങളുടെ റേറ്റിംഗിലേക്ക് കൂടി പോവാം. അൽ സുലൈഹിമിന്റെ റേറ്റിംഗ് 6.6, സാമി അൽ നജയ് 6.7, നവാഫ് ബൗഷലും അതുപോലെ അബ്ദുൽ അസീസ് അൽ അലിവയും അലി അൽ ഹസനും ഒക്കെ കളിക്കളത്തിലേക്ക് വന്നെങ്കിലും കളിയുടെ അവസാന നിമിഷങ്ങളിലായതിനാൽ അവർക്ക് റേറ്റിംഗ് കൊടുക്കുന്നില്ല. എന്തായാലും അൽ നസർ ഇത്തവണ കിരീടമാണ് ലക്ഷ്യം വെക്കുന്നത്. അടുത്ത വേൾഡ് കപ്പിനുള്ള യോഗ്യത അവർക്ക് ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ എടുക്കുന്നു. കോച്ച് ലൂയിസ് കാസ്ട്രോ പറഞ്ഞത് വിദേശ താരങ്ങൾ അതുപോലെ ഡൊമസ്റ്റിക് താരങ്ങൾ എന്നുള്ള വ്യത്യാസമൊന്നും തങ്ങൾ കാണിക്കുന്നില്ല. എല്ലാവരും നന്നായിട്ട് കളിക്കുന്നു, അവരെ ആവശ്യമുള്ള സമയത്ത് ഉപയോഗപ്പെടുത്തുന്നു. അത് തന്നെയാണ് തന്റെ പോളിസി എന്നും അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് എത്താം.